രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന തുടർച്ചയായ വ്യോമാക്രമണങ്ങൾക്കെതിരെ ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ രംഗത്ത്. തുറമുഖങ്ങൾ, റോഡുകൾ, പാലങ്ങളും ഉൾപ്പെടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവ ലക്ഷ്യമാക്കിയുള്ള യുഎസ് വ്യോമാക്രമണം അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി യുഎന്നിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അമീർ സയ്യിദ് ഇറവാനി സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് പ്രത്യേക കത്തയച്ചു. രാജ്യത്തെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെയും സമ്പദ്വ്യവസ്ഥയും തകർക്കുന്ന രീതിയിലാണ് യുഎസിന്റെ വ്യോമാക്രമണമെന്ന് ഇറാൻ കത്തിൽ ആരോപിച്ചു. സിവിലിയൻ സംവിധാനങ്ങളെയാണ് അമേരിക്ക ബോധപൂർവം ലക്ഷ്യമിടുന്നതെന്ന് ഇറാൻ ആരോപിച്ചു. ആക്രമണങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്ക് മാത്രമാണെന്ന് കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമവിരുദ്ധമായ ഇത്തരം സൈനിക നടപടികൾ പേർഷ്യൻ ഗൾഫ്, ഹോർമൂസ് കടലിടുക്ക് എന്നിവിടങ്ങളിലെ കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തെയും പ്രാദേശിക സ്ഥിരതയെയും പൂർണ്ണമായി തകർക്കുമെന്നും ഇറാൻ യുഎന്നിനെ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക ധാരണാപത്രം യുഎസ് തുടർച്ചയായി ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പ് തീർത്തും വിലകെട്ടതും വിശ്വാസയോഗ്യമല്ലാത്തതുമാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയി പ്രസ്താവിച്ചിരുന്നു. ശനിയാഴ്ച ഔദ്യോഗിക മാധ്യമത്തിലൂടെ പുറത്തുവിട്ട രേഖാമൂലമുള്ള സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം മുജ്തബ ഖമനേയി ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. തന്റെ പിതാവും ഇറാന്റെ മുൻ പരമോന്നത നേതാവുമായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രയും സംസ്കാര ചടങ്ങുകളും രാജ്യം ആചരിക്കുന്നതിനിടയിൽ പോലും അമേരിക്ക ആക്രമണം നടത്തിയതിനെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. ഇത്രയും വലിയൊരു ജനകീയ വിലാപയാത്ര നടക്കുന്ന സമയത്ത് പോലും ഇറാൻ യുഎസ് പ്രസിഡന്റുമാർ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്മേൽ മഹാപിശാച് നടത്തിയ ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പിന് എത്രത്തോളം വിലയില്ലായ്മയും അവിശ്വാസ്യതയും ഉണ്ടെന്ന് ഏവർക്കും വീണ്ടും തെളിയിച്ച് തന്നിരിക്കുകയാണെന്നും മുസ്തബ പറഞ്ഞു. ഭീഷണിയുടെ ആധിപത്യമോഹവും ക്രൂരതയും അമേരിക്കൻ ശൈലിയുടെ അഭിവാജ്യ ഘടകങ്ങളാണ്. യുദ്ധത്തിന്റെ തീപ്പൊരി പടർത്താനും കൂടുതൽ വലിയ വില നൽകിപ്പിക്കാനും ശ്രമിക്കുന്ന അമേരിക്ക രാജ്യം ഒരിക്കലും മറക്കാത്ത ചില പാഠങ്ങൾ പഠിപ്പിക്കുമെന്നും ഖമനേയി മുന്നറിയിപ്പ് നൽകി. സമീപ ദിവസങ്ങളിൽ ഇറാന്റെ തെക്കൻ മേഖലയിലെ ജനങ്ങളും ഇസ്ലാമിക പോരാളികളും കാണിച്ച ധീരത ഈ പാഠങ്ങളുടെ ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം ഭരണകൂടം ഉദ്യോഗസ്ഥരിൽ തുടർന്നും വിശ്വാസമർപ്പിക്കാൻ അദ്ദേഹം ഇറാന്റെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ശത്രുക്കൾക്ക് നമ്മുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ ബലഹീനതയുടെ സൂചനകൾ ലഭിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം യുഎസ് ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പെന്നോണം വീണ്ടും ബാനർ ഉയർത്തി ഇറാൻ രംഗത്ത്. അമേരിക്കൻ പതാക പുതപ്പിച്ച ശവപ്പെട്ടികളും ആ ശവപ്പെട്ടികൾക്ക് മുകളിൽ ട്രംപിന്റെയും കുടുംബാംഗങ്ങളുടെയും ഫോട്ടോകളുമായാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടത്. കത്തുന്ന വൈറ്റ് ഹൌസിന്റെ പശ്ചാത്തലത്തിലുള്ള ബാനറിൽ ട്രംപിനൊപ്പം പ്രഥമ വനിത മെലാനിയ ട്രംപ്, മക്കളായ ഇവാൻക, ഡോൺ ജൂനിയർ, എറിക്, ടിഫാനി, ബാരൻ ട്രംപ് എന്നിവരുടെ ചിത്രങ്ങളാണുള്ളത്. പേർഷ്യൻ ഭാഷയിൽ ചോരയ്ക്ക് ചോര എന്നും എഴുതിയിട്ടുണ്ട്. അടുത്തിടെ ടെഹ്റാനിലെ എൻഗലാബ് സ്ക്വയറിൽ ട്രംപിന്റെ മൃതദേഹം കറുത്ത ശവപ്പെട്ടിയിൽ കിടക്കുന്ന രീതിയിലുള്ള മറ്റൊരു ബിൽ ബോർഡും ഇറാൻ ഉയർത്തിയിരുന്നു. ബിൽബോർഡിലെ തുറന്ന ശവപ്പെട്ടിയിൽ നിന്ന് ട്രംപിന്റെ തല പുറത്തേക്ക് കാണാമെന്നും മുടി ചിതറി കണ്ണുകൾ അടഞ്ഞ നിലയിലായിരുന്നുവെന്നും പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇംഗ്ലീഷ്, പേർഷ്യൻ ഭാഷകളാണ് സന്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുഎസ് ഇസ്രയേൽ സംഘർഷം ആരംഭിച്ചതു മുതൽ തങ്ങളുടെ ആശയ പ്രചാരണത്തിന് ടെഹ്റാനിലെ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഇറാൻ ഇത്തരം കൂറ്റൻ ബിൽ ബോർഡുകൾ സ്ഥാപിച്ചു വരികയാണ്. അതേസമയം കഴിഞ്ഞ ആഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയതും വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു. തന്റെ പിതാവിന്റെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികൾ ആരും തന്നെ സ്വന്തം കിടക്കകളിൽ സമാധാനത്തോടെ മരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. താൻ ഔദ്യോഗിക പദവികളിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പ്രതികാരം രാജ്യം നടപ്പാക്കുമെന്നാണ് അദ്ദേഹം തന്റെ ടെലഗ്രാം ചാനലിലൂടെ അറിയിച്ചത്. എന്നാൽ തനിക്കെതിരെ ഇറാന്റെ ഭാഗത്തു നിന്ന് വധശ്രമമുണ്ടായാൽ ഇറാനെ ബോംബിട്ട് തകർക്കാൻ ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായി. താൻ ദീർഘകാലമായി ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്നും ട്രംപ് ന്യൂയോർക്ക് പോസ്റ്റ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അതേസമയം ഇറാനെതിരായ വലിയ തോതിലുള്ള സൈനിക നീക്കത്തിന് അമേരിക്ക ഒരുങ്ങുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. തുടർച്ചയായ 6 ദിവസത്തെ ബോംബാക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ പവർ പ്ലാന്റുകളും മറ്റ് പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് വരും ദിവസങ്ങളിൽ ട്രംപ് കൂടുതൽ ശക്തമായ ആക്രമണത്തിന് ഉത്തരവിട്ടേക്കുമെന്നാണ് യുഎസ് ഇസ്രയേൽ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.